Hi friends, welcome to our channel. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടാകുന്ന റിങ്കിൾസിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഏജിങ് നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറും, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും, നെറ്റിയിൽ നമുക്ക് അപ്പോൾ നെറ്റിയിൽ നമുക്കിങ്ങനെ ചെറിയ റിങ്കിൾസ് ഉണ്ടാവില്ല, അത് മാറും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെൻറ്റേഷൻ സ്മൈൽ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റി നമ്മുടെ കൊറിയൻകാരുടെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അതുപോലെ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ രണ്ടേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളെല്ലാവരുടെ വീട്ടിൽ ഈസി ആയിട്ട് എപ്പോഴും ഉള്ളൊരു ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണം കേട്ടോ. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അന്നെന്നുള്ളത് അന്നേന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാനും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഞാനിട്ട് എനിക്ക് നേരെ തരാം. അപ്പം ഐഷു ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഒന്നും ഓരോന്ന് കറക്കുന്ന അവിടെ ഇരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് ഒരു സ്ട്രിപ്പാണ്. ഇത് ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്പാണ് കേട്ടോ. ആക്ടിവേറ്റഡ് ചാർക്കോൾ 12%, കോക്കനട്ട് ഓയിൽ 5% വരുന്ന ഒരു ചാർക്കോൾ സ്ട്രിപ്പാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക ഓരോരോ ചെറിയ പോളിത്തീൻ കവറിനകത്തായിട്ട് ഈ സ്ട്രിപ്സ് ഉണ്ട് കേട്ടോ. എത്ര സ്ട്രിപ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. 20-30 സ്ട്രിപ്സാണ്, അല്ല 14 സ്ട്രിപ്സാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഒന്നുപോലും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ പല്ലുകൾക്ക് മഞ്ഞ നിറോട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ്സ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇതൊരു സാസിലിക് DS എന്ന് പറഞ്ഞിട്ടുള്ള സിപ്ലയുടെ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊരിക്കൽ സിപ്ലയുടെ ഒരു എന്താ പറയുക ഒരു വിറ്റമിൻ സി സിറം വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വിറ്റമിൻ സി സിറമാണ്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സിപ്ലയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല പ്രോഡക്ട്സുകളാണ് കേട്ടോ. അപ്പോൾ ഇത് സാസിലിക് DS എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിങ് ഫേസ് വാഷാണ്. ആക്നെ വരുന്ന സ്കിൻ ടൈപ്പാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഓയിൽ എക്സൈറ്റഡ് ഓയിൽ പ്രൊഡക്ഷൻ ഓപ്പൺ കോഴ്സ് ഒക്കെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നൊരു ക്ലിയർ സ്കിൻ റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. ഒരു 450 മറ്റോ ആണ് റേറ്റ്. 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ബാത്റൂമിൽ ഇരിക്കാൻ കേട്ടോ. യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് റിവ്യൂ പറയാമേ. നെക്സ്റ്റ് സിപ്ലയുടെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് സെബം പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും, നോൺ കോമനോളജിക്കാണ്. അതുപോലെ തന്നെ മാറ്റ് ജെൽ ആണ് കേട്ടോ. മാറ്റ് ഫിനിഷാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. പിന്നെ ആക്നെ ഓയിലി സ്കിന്നുകാർക്ക് പാരബൻ ഫ്രീ ആണ്, ഫ്രീഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. ആക്നെ ഒരു ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓർഡിനറിയുടെ HA പീലിംഗ് സൊല്യൂഷനാണ്. ഇത് കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച് പണ്ടൊരിക്കൽ ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ ഞാൻ എടുത്ത് കളയാണ് ചെയ്തത്. എക്സ്പയറി ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാത്ത കാരണം. അപ്പോൾ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ എന്താ പറയുക ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, എങ്ങനെയുണ്ട് എൻ്റെ സ്കിന്നിന് യൂസ് ചെയ്തിട്ടെന്നുള്ള കാര്യം കണ്ടോ. ഇതാണ് കേട്ടോ HA പീലിംഗ് സൊല്യൂഷനാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് പോകാന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറും, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സ്ക്രബ് ഉപയോഗിച്ചിട്ടില്ലേ, സ്ക്രബ് ഇനി ഉപയോഗിക്കേണ്ടതില്ല. ഇത് നമ്മൾ വീക്ക്ലി 1 or 2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെഡ് സെൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ്. അതാണ് ഇതിൻ്റെ ഒരു യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും റിവ്യൂ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഷൂ ആയാലും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചെരുപ്പായാലും നമ്മുടെ കാല് എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ആ പുതിയ ചെരുപ്പിൻ്റെ എവിടെയൊക്കെ കയറി ഉരഞ്ഞിട്ട് പൊട്ടില്ലേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കർ പോലത്തെ സാധനമാണ്. ജസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യം. നിനക്ക് വേണോ തരാം. ഇതൊരെണ്ണം കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് തരാം. എനിക്കിത് കാണിക്കട്ടെ. അപ്പോൾ ഉണ്ടോ 2 വശത്തായിട്ട് ഇതുപോലെ ബാൻഡേഡ് പോലെയാണ് ഉണ്ടാവുക. അത് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് ഒട്ടിക്കാനുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സ്കിൻ ഷെയ്ഡാണ് വരുന്നത്.
തരാം. അപ്പോൾ സ്കിൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അങ്ങനെ പെട്ടെന്ന് എടുത്തറിയുന്ന രീതിയിലുള്ള, അപ്പോൾ കൂടുതലും ഷൂസ് ഇടുമ്പോൾ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ കാലിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒട്ടിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഇതാണ്. അപ്പോൾ 1 ടൈം യൂസാണ്, ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് റേറ്റ് ഒന്നും ഓർമ്മയില്ല, ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. അപ്പോൾ തോന്നി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റോസ്മേരി ലീവ്സ് ആണ്. ഇത് നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഹെയർ ഗ്രോത്തും ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യാം. പൊട്ടിച്ചിട്ടില്ല കേട്ടോ, അത് വന്നിട്ടേ ഉള്ളൂ. റോസ്മേരി ലീവ്സ് ആണ്. ഇത് 100 സംതിങ് ആയിരുന്നു. അപ്പം ഇത് നമ്മുടെ ഹെയർ കെയറിനും സ്കിൻ കെയറിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ആഗ്നെ ഉറയ്ക്കാനും അതുപോലെ ഹെയർ ഫോൾ ഉറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നെക്സ്റ്റ് അതോടൊപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ക്ലോവ് ആണ്, അതായത് നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതാണ് മേടിച്ചിരിക്കുന്നത്. ഇതും നമ്മുടെ ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെ ഒരു 100 സംതിങ്ങിന് ഉള്ളിലുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു, പക്ഷെ എനിക്കിത് ഇതിനകത്ത് കാണിക്കണമെന്ന് തോന്നി. ഇത് വന്നിട്ട് നമ്മുടെ ബയോളജിൻ്റെ ഹെയർ സിറാണ്. ഈ ഒരു ഹെയർ സിറത്തിൻ്റെ പ്രത്യേകത നമുക്ക് നന്നായിട്ട് ഹെയർ ഫ്രിസ് ചെയ്യാൻ, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഡാമേജ്ഡ് ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിറമാണ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ലോറിയലിൻ്റെ ആ ഒരു ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ബോട്ടിൽ, ചില്ല് ബോട്ടിൽ വരുന്ന ഒരു സിറോ ഉണ്ടല്ലോ, അതാണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഇതൊരു 300 സംതിങ്, അതൊരു 500 600 റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇനി ഇത് തീർന്നാൽ എന്തായാലും ഞാൻ നെക്സ്റ്റ് അതായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൊള്ളാം, ഈ ഒരു റേഞ്ചിന് ഇത് എന്താ പറയുക, ഇത് ആ ഒരു ഇത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ലോറിയലിൻ്റെയും. പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതോ അത് മേടിക്കാൻ കേട്ടോ, നല്ലൊരു ഹെയർ സിറമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി സംസാരിച്ച സമയങ്ങളാതെ നമ്മുടെ ഒരു ഫേസ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂണോളം മുട്ടയുടെ വെള്ളം മതിയാവും. ഫേസും നെക്കും മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ. നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്താലും നമുക്ക് ഈ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്ത് ഒരു സൈഡ് ഭാഗം കുറച്ചൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം എടുക്കാൻ എളുപ്പം, നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ എടുക്കാം. അന്നെന്നുള്ളത് അന്നന്ന് തയ്യാറാക്കി യൂസ് ചെയ്യുക. ഈ ഒരു മുട്ട ഇങ്ങനെ ഫുള്ളായിട്ട് പൊട്ടിക്കാതെ ഇതിൽ നിന്ന് എടുക്കുക. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യാം. അതല്ലാതെ പൊട്ടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഫുള്ളായി അങ്ങനെ എടുക്കുന്നേക്കാളും നല്ലത് മുട്ടയുടെ ഒരറ്റത്തു നിന്ന് കുറച്ച് ഇതുപോലെ പൊട്ടിച്ച് കുറച്ച് മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്ക് വീണ്ടും മുട്ടയുടെ വെള്ളം അങ്ങനെ എടുത്ത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ മൊത്തത്തിൽ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു അടച്ച് വെച്ച് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുട്ടയുടെ ആ ഒരു ഇതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, അതായത് തോട് വല്ലതും വീണിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇളക്കി മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഫേസിലിടുമ്പോൾ നമുക്ക് മുറിയാവും. എന്നിട്ട് നമ്മളിത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്ത് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ആകെ മെസ്സി പരിപാടിയാണ്, നമുക്ക് കഴുകാനും എടുക്കാനൊക്കെ പിന്നെ അതൊരു പാടാണ്. പക്ഷേ അതുപോലെ ബീറ്റർ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മാനുവൽ ബീറ്റർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് ഇതൊരു പതയാവുമല്ലോ, ചെറിയൊരു പത ഫോം ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറാണ്. ഇനി കോഫി പൗഡർ സ്യൂട്ടാവാത്തതും അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ലിറ്റിൽ ബിറ്റ് മഞ്ഞൾപ്പൊടി എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കടലമാവോ അതല്ലെങ്കിൽ പാൽപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എഗ് വൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എഗ് വൈറ്റ് തന്നെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ ഇത്. ഞാൻ ഇപ്പോൾ കോഫി പൗഡർ എടുക്കുന്നുണ്ട്, എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടാവും കോഫി പൗഡർ. നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ പകരം മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം, സാൻഡൽവുഡ് പൗഡർ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലായിട്ട് ഇനി ഓറഞ്ച് പീൽ പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്ത്, നമുക്കിത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ കിട്ടും. അങ്ങനെ എടുക്കുന്നത് കുറച്ചുകൂടി നന്നാവും. കാരണം കോഫി പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗ് വൈറ്റിൻ്റെ ആ ഒരു മണമേ ഉണ്ടാവില്ല കേട്ടോ, നമ്മുടെ സ്കിന്നിലും ഒട്ടും ഉണ്ടാവില്ല. ചിലർക്ക് ഈ ഒരു മണം പറ്റില്ലല്ലോ. കോഫിയും കൂടെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ മഞ്ഞളാണെങ്കിലും സാൻഡൽവുഡ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മണം ഉണ്ടാവില്ല, പച്ച മണം ഉണ്ടാവില്ലേ മുട്ടയുടെ, അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം ക്രീമി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ കുറച്ച് അധികം ടൈം എടുക്കും ക്രീമി ആയിട്ട് കിട്ടാൻ. നമ്മൾ ഇലക്ട്രിക് ടൂൾ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ.
അപ്പോൾ ക്രീമി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പത്തിൽ പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഫേസ് പാക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാനേ പാടില്ല. എങ്കിൽ പെട്ടെന്ന് റിങ്കിൾസ് വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുന്നവരെ സംസാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഈസിലി കിട്ടുന്നതാണ്. കോഫി പൗഡറിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ എടുക്കാം, അതുപോലെ തന്നെ പാൽപ്പൊടി, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ട് ആവുന്നത് അത് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ക്രീമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീമാക്കി വേണമെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലേക്കും ഇറക്കി അപ്ലൈ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനേ പാടില്ല കേട്ടോ. കാരണം റിങ്കിൾസ് പെട്ടെന്ന് ഫോം ചെയ്യും. കാരണം ഇത് എഗ് വൈറ്റ് ആണ്, സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ ഒരു പാക്ക് എന്നല്ല ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഒരു പാക്ക് ഇട്ടാൽ ഒട്ടും സംസാരിക്കരുത്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യത്തെ സ്വൈപ്പിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ ക്ലിയർ സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാറിപ്പോയി തുടക്കട്ടെ, പോയി കളിച്ചു. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് ആണ്. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ സ്കിൻ ഗ്ലോയിങ് ആയിട്ടുണ്ട്. സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് അറിയും, സോഫ്റ്റ്നെസ് അറിയും. അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും